പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. സുവിശേഷം പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സത്വാർത്ത എന്നതാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ നല്ല വിശേഷമാണ്, നല്ല വിശേഷമടങ്ങിയ നല്ല വാർത്തയാണ്. അപ്പൊ യേശുവിന്റെ ജീവിതത്തിന്റെ ആരംഭവും അവസാനവും നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ ഒതുങ്ങിയിരിക്കുന്ന, യേശുക്രിസ്തു അടങ്ങിയിരിക്കുന്ന, അഥവാ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സുവിശേഷത്തിന്റെ സ്വാധീനത്തെ ലോകമെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സുവിശേഷം ഒരു മനുഷ്യനെ തകർക്കുന്നതല്ല, സുവിശേഷം മനുഷ്യനെ പണിതെടുക്കുന്നതാണ്. ഏത് പാപിയും പണിതെടുക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും അവന്റെ പുനരുത്ഥാനവും, യേശുക്രിസ്തു ലോക രക്ഷകനാണെന്നും അവൻ വീണ്ടെടുപ്പുകാരനാണ്, പാപികളുടെ രക്ഷകനാണ്, പാപത്തിന് പരിഹാരകനാണ്, അവൻ മോചനം നൽകുന്നവനാണ് എന്നൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സുവിശേഷമാണ്. മാത്രമല്ല, സുവിശേഷമാണ് ഒരു മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത്. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരിക്കുന്ന മനുഷ്യന് മോചനമില്ലാതെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ വിവിധ യാഗങ്ങളിലൂടെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തിന് ഏക പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമാണെന്ന് മനസ്സിലാക്കി പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും മറന്നു പോകരുത്. അപ്പൊ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനക്കാരെയും അല്ലെങ്കിൽ വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തുവെന്ന് വിശുദ്ധ തിരുവെഴുത്തും വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4:23 കാണാൻ കഴിയും. അല്ലേ ലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യനും പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും അകപ്പെട്ട് ജീവിതത്തിൽ സമാധാനമില്ല മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് സുവിശേഷം, ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് സുവിശേഷം. മനുഷ്യന് ജീവന് സമാധാനം നൽകി, പ്രത്യാശ നൽകി, അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവില് അവനെ കൈപിടിച്ചുയർത്തുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നാം ഇന്ന് ലോകത്തെ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ കലഹിക്കുന്നു, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും ഒക്കെ പെരുകുമ്പോൾ മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ തീവ്രവാദങ്ങളും ഭീകരവാദം വർഗീയതയും ബലിജാമ്യം ചെലുത്തിക്കൊണ്ട് മനുഷ്യൻ അധികാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ യേശു സ്വർഗത്തിലെ സകല പദവി ഉപേക്ഷിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മോട് സുവിശേഷം അറിയിച്ചത്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതേ, സുവിശേഷത്തോളം നല്ലൊരു സത്വാർത്തമാനം ഇന്ന് ലോകത്തിൽ ഒരു മതങ്ങൾക്ക് നൽകുവാൻ കഴിയില്ല. ഏറ്റവും നല്ല സത്വാർത്തമാനം, ഏറ്റവും നല്ല വിശേഷം എന്നൊക്കെ പറയുന്നത് സുവിശേഷമാണ്. ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 9:35 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ലോകത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകൾ പണിതുയർത്തുന്നുണ്ട്. അതിനകത്ത് നല്ല ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, നല്ല അറിവ് പരിചയം ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷേ എങ്കിലും സകല ദീനവും സകല വ്യാധിയും സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സകല മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്നത് പാപത്തിലും ശാപത്തിലും രോഗത്തിലുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിലും മനുഷ്യന് കരകയറുവാൻ സ്വന്തം പ്രയത്നം കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം ചിന്ത കൊണ്ടോ അവന്റെ ഫാമിലി യാതൊരു യാഗങ്ങൾ കൊണ്ടോ അവന്റെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ അവന്റെ വിശ്വാസം കൊണ്ടോ കഴിയില്ല. മനുഷ്യനെ രക്ഷ പ്രാപിപ്പാൻ ഏക മാർഗം സുവിശേഷം എന്നത് മാത്രമാണ്. ഹല്ലേലൂയ. സുവിശേഷം എന്ന സദ്വർത്തമാനമാണ് ജീവിതത്തെ മാറ്റി എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിമഹത്തായ സന്ദേശം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ ഒരുവൻ വിശ്വസിക്കുകയും കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപത്തിന് പരിഹാരം വരുത്തി യേശു തന്റെ സുവിശേഷത്തെ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് നൽകി തരികയാണ്. പാപിയായ മനുഷ്യ,
ഇന്ന് പകൽ താങ്കൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വചനം വായിക്കുകയും കാണുന്നുണ്ട്. യേശു അവരോട് കുരുടർ കാണുന്നു, മുടർത്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചു ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് മത്തായി 11:4 വായിച്ചാലും കാണാൻ കഴിയും. അത് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം, സത്യവേദപുസ്തകത്തിനകത്ത് സുവിശേഷങ്ങൾ 4 നിങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിന്റെ പരിശുശ്രൂഷയുടെ 3.5 വർഷക്കാലത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ യേശുവിടെ പണം ഉണ്ടാക്കാൻ വന്നതല്ല, മതം പണിയാൻ വന്നതല്ല, മതം ഉണ്ടാക്കാൻ വന്നതല്ല, പള്ളി സ്ഥാപിക്കാൻ വന്നതല്ല, ഇവിടെ വർഗീയത, തീവ്രവാദം, ഭീകരവാദം ഒന്നും ഉണ്ടാക്കാൻ വന്നതല്ല, മനുഷ്യന്റെ കലഹം ഉണ്ടാക്കാൻ വന്നതല്ല, രാജ്യത്തിന്റെ പ്രധാന സ്ഥാനത്തിരിക്കുവാൻ വന്നതല്ല. പിന്നെയോ പാപിയായി കിടക്കുന്ന, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന, നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടക്കുന്ന, അല്ലേലൂയ, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ച ജനം, അല്ലേലൂയ, വക്രതയും കോട്ടമുള്ള തലമുറ, ദോഷവും വ്യഭിചാരമുള്ള തലമുറ, അങ്ങനെ ജഡത്തിന്റെ അധാർമികമായ ജീവിതത്തിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനെ അതിൽ നിന്ന് വിടുവിച്ച് മോചനം കൊടുത്ത സ്വർഗം ഇതാണ്, നിത്യജീവൻ ഇതാണ്, നിത്യസ്വർഗം ഇതാണ്, സ്വർഗ പർദീസിത എന്നുള്ള ആ വെളിപ്പാട് മനുഷ്യൻ നൽകുന്ന സുവിശേഷമാണ്. അല്ലേലൂയ. മനുഷ്യന് മരണമുണ്ട്, മരണാനതൊരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറമുള്ള ജീവിതം എവിടെയെന്ന് ഇന്ന് ലോകം ചോദിക്കുമ്പോൾ വിശുദ്ധ സത്യവേദം സുവിശേഷം പറയുന്നു, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സുവിശേഷം കേൾക്കണം. അല്ലേലൂയ. ഇന്നും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന് നടുവിലൂടെ കടന്നു പോകുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സന്തോഷിപ്പാൻ കഴിയാതെ നീ ദുഃഖത്തിന്റെ അനുഭവത്തിലാണോ, സങ്കടത്തിലാണോ, ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ നീ ഭാരപ്പെടുകയാണോ, ഇന്ന് പകൽ സുവിശേഷത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുന്നെങ്കിൽ, സുവിശേഷം നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും മാറ്റുവാൻ ദൈവശക്തനാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കണ്ട, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. മനുഷ്യൻ ലോകാവസാനത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുമ്പോഴാണ് യേശു പറയുന്നത്, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഇത് ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. യേശു തന്നെ തന്റെ കൽപ്പന ശിഷ്യന്മാർ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കും, വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യും, രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് കാണിച്ചു തരികയാണ്. അത് മനുഷ്യരുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുണയുമാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യരുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുണയുടെ അടയാളമാണ് കൃപ അഥവാ സുവിശേഷം. ദൈവ സൗജന്യമായിട്ട് നൽകുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ലോകത്തിലുള്ള സകല സാധനങ്ങളും വില കൊടുത്തെങ്കിൽ വാങ്ങാൻ കഴിയുള്ളൂ. എന്നാൽ വില കൊടുക്കാതെ വാങ്ങാൻ കഴിയുന്ന ഒന്നേ ഉണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. അല്ലേലൂയ. സുവിശേഷം മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം നൽകുന്ന ഒരു വലിയൊരു ഔഷധമാണ്. അല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ജീവിതത്തിൽ ശാപത്തിന് അടിമയാണോ, പാപത്തിന് അടിമയാണോ, ജീവിക്കുവാൻ താങ്കൾക്ക് അല്ലേലൂയ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ താങ്കളെ തലയ്ക്ക് മീതെ ചുറ്റിയിരിക്കുകയാണോ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചിട്ടിടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും ചെയ്യും ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, യേശുവിനെ ഹൃദയം കൊടുക്കുക, പാപങ്ങളെ ഏറ്റുപറയുക, പാപത്തിന് ശുദ്ധീകരണം വരുത്തുക, പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ, സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. താങ്കൾക്ക് രൂപാന്തരം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേലൂയ. അപ്പം താങ്കളുടെ പാപിയായ മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ പാപിയായ മനുഷ്യനാണ്. പാപിയായ നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തെ പരിഹരിക്കുവാൻ നിങ്ങളുടെ യാഗങ്ങൾ കൊണ്ട്, വഴിപാടുകൾ കൊണ്ട്, നേർച്ച കാഴ്ചകൾ കൊണ്ടൊന്നും കഴിയില്ല. പാപത്തിന് പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. അല്ലേലൂയ. അതിനേക മാർഗം സുവിശേഷമാണ്. അല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പകൽ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ഹൃദയം കൊടുക്കണം. ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ സ്വന്തം പുത്രനെ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി അയച്ചു. അത് തന്നെയാണ് സുവിശേഷം. നാം എല്ലാവരും ദൈവത്തോട് വലിയ ശത്രുക്കളായിരുന്നു. ആ ശത്രുക്കളായി നമ്മെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ അയച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് യേശുക്രിസ്തുവിനെ ഓർത്തു. അതാണ് സുവിശേഷം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സുവിശേഷം അറിയാത്ത സകല ജനത്തിനെ ദൈവ സാന്നിധ്യം അയക്കണമേ. പാപത്തിലും ശാപത്തിലും വീണ് കിടക്കുന്ന ജനം മാനസാന്തരപ്പെടും ഉടങ്ങുന്ന സുവിശേഷ ഭാഗമായി തരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.